വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം വ്യവസായവൽക്കരണത്തിന് ഭൂമി ഏറ്റെടുക്കാൻ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒരു പിഴവ് പറ്റി എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത മഹത്തായ കാര്യങ്ങളുണ്ട്. അത് ജനങ്ങളെ ഓർപ്പിക്കാൻ കഴിഞ്ഞാൽ ബംഗാളിലെ ജനങ്ങൾ തിരിച്ചു വരും. അതുകൊണ്ട് ഒരു വാചകത്തിൽ മറുപടി പറഞ്ഞാൽ മുമ്പ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായതിനു ശേഷം മുമ്പ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അത് ഇടതുമുന്നണി ഭരണത്തിലേക്ക് വരുമെന്നുള്ളതല്ല, അതുകൊണ്ട് ഭ്രാന്തമായ ഒരു അവകാശവാദം അത് നിങ്ങൾ പറയുന്നില്ല. നിയമസഭയിൽ പ്രാർത്ഥന നേടി പാവപ്പെട്ടവന്റെ ശബ്ദം പശ്ചിമബംഗാൾ നിയമസഭയിൽ മുഴക്കാനുള്ള അവസരം ഉണ്ടാകണം. അതിനുള്ള പ്രവർത്തനമാണ്. അതിൽ നല്ല വിധത്തിലുള്ള വിജയം ഞങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഞങ്ങൾക്ക് കണക്കാക്കുന്നത്. സഖാവേ, ഇത് നിങ്ങളുടെ കാലത്തെ ഒരു ഹൈസ്കൂളാണ്. ഇന്ന് ഇത് നിങ്ങളുടെ പാർട്ടിയുടെ ഭരണത്തിന്റെ ഒരു സ്മാരകമാണ്. ഈ കാണുന്നത് ഒരു പ്രൈമറി സ്കൂളാണ്, സർക്കാർ വകയല്ല. ആ നാട്ടിൽ താമസിക്കാനെത്തിയ ഒരു മലയാളി അയാളുടെ മഹാമനസ്കത കൊണ്ട് എങ്ങനെയൊക്കെയോ ആ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ്. ഇതിൽ കൂടുതൽ ബംഗാൾ നിങ്ങൾ ഭരിച്ചിട്ട് എന്താണ് ചെയ്തതെന്നും മമതാ ബാനർജി അതിനുമേലെ എന്താണ് ചെയ്തതെന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്തുകൊണ്ടാണ് ബംഗാളികൾ അവരുടെ നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലെടുക്കുന്നതിനായി പോകുന്നതെന്ന് ഇതിലും വ്യക്തമായി പറയാൻ ആർക്കും കഴിയില്ല. ഇനിയെങ്കിലും ബംഗാളികളുടെ ചോദ്യത്തിന് സഖാപുരി മറുപടി പറയണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഭരിച്ച കേരളവും നിങ്ങൾ ഭരിച്ച ബംഗാളും ഒരുപോലെ ആകാതിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബംഗാളിനെ കേരളം പോലെ ആക്കാൻ കഴിയാതിരുന്നത്? ഇതിനുത്തരം എന്നാണ് സഖാവെ നിങ്ങൾക്ക് പറയാൻ കഴിയുക?